നമസ്കാരം സുഹൃത്തുക്കളെ. LDC എക്സാം കഴിഞ്ഞതിന് ശേഷം ഇത്രയും പഠിച്ചത് LDCക്ക് പരമാവധി നമ്മൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചീറ്റി, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത്രയും പഠിച്ചതിന്റെ വെളിച്ചത്തിൽ ആ ഒരു എക്സാം ഒരുപക്ഷെ പെർഫോം ചെയ്യാൻ അവിടെ സാധിക്കാത്തത് പല കാരണങ്ങൾ കൊണ്ടാവും. നമ്മുടെ ആരോഗ്യപരമായ കാരണങ്ങളോ ടെൻഷൻ കാരണമോ പല റീസൺസ് ആയിരിക്കും. ഒരുപക്ഷെ കുഴപ്പമില്ലാതെ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇനി കട്ട് ഓഫ് എന്തായിരിക്കും, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ടായിരിക്കും. ഇനി 10ാം ക്ലാസ് നിലവാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിലബസിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എവിടെ ഉപയോഗിക്കാൻ പറ്റും, ഏത് എക്സാമിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് അന്വേഷിക്കുകയാണ് ഇതിൽ പലരും. അതിൽ VFA നമ്മൾ ആലോചിക്കുന്നുണ്ട്, നേരത്തെ അപ്ലൈ ചെയ്തിരിക്കുന്ന ലാബ് അസിസ്റ്റന്റ് അങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് എല്ലാം ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ചെറിയൊരു വാർത്ത നമുക്ക് വന്നത്, ASMന്റെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു. ആ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുന്നു. ASM നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളൊന്ന് വൃത്തിക്ക് റിവൈസ് ചെയ്ത് വീണ്ടും ചിട്ടയായിട്ടൊന്ന് ഒതുക്കി തലയിലുള്ളതൊന്ന് റീഫ്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇനി വരുന്നത്. ആ പഠിച്ചൊന്നും വെറുതെ പോവുകയില്ല, നമുക്ക് ഇനിയും ധാരാളം എക്സാമുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് റെഡിയാക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ASMന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. മാത്രമല്ല SIയുടെ എക്സാം നിങ്ങൾ എഴുതി, കുറെ ആൾക്കാർ എഴുതി, SIയുടെ എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതി, കട്ട് ഓഫിന്റെ ഇത് എന്താവും എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വരികയാണ്, SIയുടെ പുത്തൻ നോട്ടിഫിക്കേഷൻ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല, എന്നാലും കേരള PSC SIയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻസ്, ഒന്ന് ASM മറ്റൊന്ന് SI, രണ്ടും വന്നിരിക്കുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ASM എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, സിവിൽ സപ്ലൈസിൽ സെയിൽസ്മാൻ ആയിട്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ടുള്ള പോസ്റ്റാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക, ഒന്ന് ഓർഗനൈസ് ചെയ്യുക, കണക്ക് നോക്കുക, ചിലപ്പോൾ ക്യാഷിൽ ഇരിക്കുക, അതൊക്കെ ആയിരിക്കും നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ല, ഡിസ്ട്രിക്ട് വൈഡ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഓരോ ഡിസ്ട്രിക്റ്റും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. വേണ്ട ജില്ലയിൽ അപ്ലൈ ചെയ്ത് ജോലി മേടിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. സാലറി സ്കെയിൽ ഏകദേശം വരിക 23,000 മുതൽ 50,200 രൂപ വരെയാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ ഓർത്തിരിക്കുക, 527 ആണ്, 527/2024. ബാക്കി എല്ലാ ജില്ലകളിലേക്കും 14 ജില്ലകളിലേക്കും വേക്കൻസി പക്ക റിപ്പോർട്ട് ചെയ്ത് നമ്പർ എത്ര വന്നിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഉള്ളത്. നമുക്ക് മാക്സിമം പഠിച്ചെഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ജോലിയായിരിക്കും ഇത്. ഇനി അപ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ കേരള PSCയുടെ പോർട്ടലൊക്കെ എന്താണ് പറയേണ്ട കാര്യമില്ലല്ലോ. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. അപ്പോൾ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി റിസർവേഷൻ ഒക്കെ ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ 36 കൂടുതൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ 1988 ശേഷം ജനിച്ചിട്ടില്ല, 2/1/1988 ശേഷം ജനിച്ച് 2006 വരെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം തരം മാത്രമാണ്. 10ാം ക്ലാസ്സോ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക, അത് മാത്രമാണ് ഇവിടുത്തെ റിക്വയർമെന്റ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പോർട്ടലിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വരെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 29ാം തീയതിയാണ്. അത് ജനുവരി മാസം 29ാം തീയതി. ഓർക്കുക, അർദ്ധരാത്രി 12 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. തുളസി പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല പോസ്റ്റാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജില്ലയിൽ തന്നെ ജോലി ഉറപ്പിക്കാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നേരത്തെ പഠിച്ചത് വെറുതെ ഇനി പയ്യ മടുത്തു എന്നും പറഞ്ഞിട്ട് ഉപേക്ഷിക്കാതെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, ആദ്യത്തെ ജോലിയായിട്ട് ഒരുപക്ഷെ കിട്ടുന്നത് ഇതായിരിക്കാം. ശരി, ഇനി പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ SIയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കുറെ ഗ്യാപ്പുകളിൽ, കുറെ വർഷങ്ങളിൽ SIയുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ ഇങ്ങനെ SI എന്തേ വരാത്തേന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് SIയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങി. ചറപറ നോട്ടിഫിക്കേഷൻസ് ആണ്. പിന്നെ എല്ലാ വർഷവും SIയുടെ എക്സാം നടത്തുന്ന പോലെ PSC ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് തരിക. ഇതിനു മുമ്പ് നടന്ന SIയുടെ എക്സാമിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ, അതിനകത്ത് നിയമനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും ആയിട്ട് പോലുമില്ല. ഇതിന് തൊട്ടു മുമ്പ് നടന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതാ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് PSC വരികയാണ്. PSC എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചും നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ല. നിങ്ങൾ പോയി എഴുതുക എന്നുള്ളതാണ്. ബാക്കി അതിന്റെ എന്തൊക്കെ നിയമന നടപടികളും ബാക്കി അതിന്റെ റിസൾട്ട് വരുന്നതിന്റെ കാലതാമസവും എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ബാക്കിയുള്ള നൂലാമാലകളും സർക്കാരിന്റെ നിയന്ത്രണങ്ങളും പരിപാടികളും കാര്യങ്ങളും എന്ത് വേണേ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്യുക.
ഡിഗ്രി ലെവലിന് നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിനൊക്കെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെയും കോമൺ ആയിട്ട് നമുക്ക് പ്രിലിംസിൽ വരുന്നു. മെയിൻസിനും സ്പെഷ്യൽ ടോപ്പിക് ഒഴികെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് വരുന്നു. അപ്പോൾ ഒരു എക്സാം കൂടെ എഴുതാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വേറെ എക്സാമിന് പഠിക്കുമ്പോൾ ഇതുകൂടെ എഴുതാൻ പറ്റാന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആൻ അഡ്വാൻറ്റേജ്. അപ്പൊ ഇതിന് പഠിക്കുന്നതിന്റെ കൂടെ എസ് ഐയും മുന്നിൽ കണ്ട് നിങ്ങൾ പഠിക്കുക. എസ് ഐയുടെ സാലറി സ്കെയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് രീതിയിലാണ് എസ് ഐക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരിക. ഒന്ന് ഓപ്പൺ മാർക്കറ്റ് ആണ്, രണ്ട് ആംഡ് പോലീസ് ബറ്റാലിയൻ അങ്ങോട്ടാണ്. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്പറുകൾ ഓർക്കുക. 510, 511, 512 ഇങ്ങനെ 3 നോട്ടിഫിക്കേഷൻ നമ്പറുകൾ ഉണ്ട്. ഒന്ന് ഓപ്പൺ മാർക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, മറ്റൊന്ന് മിനിസ്റ്റീരിയൽ പോസ്റ്റിന്റെ ആണ്, മറ്റൊന്ന് മിനിസ്റ്റീരിയൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, മറ്റൊന്ന് കോൺസ്റ്റാബുലറി ആണ്. അതെന്താന്ന് പറഞ്ഞു തരാം. അങ്ങനെ 3 നോട്ടിഫിക്കേഷൻ നമ്പറുകളുണ്ട്. സാലറി സ്കെയിൽ 45,600 തൊട്ട് 95,600 വരെയൊക്കെയാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ്, ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ ആണ് ഉള്ളത്. ഇവിടെ നോക്കൂ, നോക്കിക്കോളൂ സുഹൃത്തുക്കളെ. ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ 3 രീതിയിൽ വന്നു. 510, 511, 512. ഒന്ന് ഓപ്പൺ മാർക്കറ്റ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, വേറെ പോലീസുമായി ബന്ധപ്പെട്ട ജോലിയിലൊന്നും അല്ലാത്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പൺ മാർക്കറ്റ്. മറ്റൊന്ന് വിജിലൻസിലും മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് 511. അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വേറെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. 512 ഇത് ഓൾറെഡി പോലീസിൽ ഇപ്പോൾ കോൺസ്റ്റബിൾ ആയിട്ടോ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടോ എസ് ഐക്ക് താഴെയുള്ള ഒരു പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അവർക്ക് ഒരു ഗ്രാജുവേഷൻ അഥവാ ഇതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കോൺസ്റ്റാബുലറി പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഈ 3 നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമ്പറുകൾ അല്ലെങ്കിൽ കാറ്റഗറി നമ്പറുകൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഏജ് ലിമിറ്റ് ആണ്. നോർമലി ഓപ്പൺ മാർക്കറ്റ് ആണെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ 31 വയസ്സ് വരെയാണ്. 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 18 തൊട്ട് 36 വരെ സാധാരണ എക്സാമുകൾക്കുള്ളതാണെങ്കിൽ എസ് ഐക്കുള്ളത് 20 തൊട്ട് 31 വയസ്സ് വരെയാണ്. ഇതിൽ മിനിസ്റ്റീരിയൽ പോസ്റ്റിലാണെങ്കിൽ 36 വയസ്സ് വരെ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. കോൺസ്റ്റാബുലറി ആണെങ്കിൽ 36 വയസ്സ് വരെ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്, ഓർത്തിരിക്കുക. ഇതാണ് ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ്, അംഗീകൃതമായി UGC ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ് ഇതിന് ഒരു മാനദണ്ഡം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലിയും ഫിറ്റ് ആയിരിക്കണം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ഇവിടെ ക്വാളിഫിക്കേഷൻസ് എത്ര ഹൈറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് 165 ആണ് മെയിലിന് വേണ്ടത് ഓപ്പൺ മാർക്കറ്റിന്റെ, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷനിലെ കേസാണ് നമ്മൾ പറയുന്നത്. പിന്നെ SC/ST എത്ര വേണം, ചെസ്റ്റ് മെഷർമെന്റ് എത്രയാണ് വേണ്ടത്, ചെസ്റ്റ് എക്സ്പാൻഷൻ അതിൻ്റെ അകത്ത് എത്ര സെന്റിമീറ്റർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീമെയിലാണെങ്കിൽ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ SC/ST ആണെങ്കിലും കുറച്ച് ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ട്, അതുകൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്വാളിഫിക്കേഷൻ ആണ്. ഇത് മാത്രം പോരാ, ഇനിയുണ്ട് ക്വാളിഫിക്കേഷൻ. നമ്മുടെ വിഷൻ സെറ്റ് ആയിരിക്കണം, വിഷ്വൽ സ്റ്റാൻഡേർഡ് പക്കയായിരിക്കണം. അതിനകത്ത് ലെഫ്റ്റ് ഐ റൈറ്റ് ഐ രണ്ടിനും വേണ്ട ഏതാണ് ഡിസ്റ്റന്റ് വിഷൻ, നിയർ വിഷൻ, അത് ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാഴ്ചയ്ക്ക് പരിമിതിയൊക്കെ ഉണ്ടെങ്കിൽ അല്പം പ്രശ്നമാണ്, അതുകൂടെ ഓർക്കുക. ഇനി വേറെയും ഫിസിക്കലി നമ്മൾ സെറ്റ് ആയിരിക്കേണ്ട ഫിസിക്കൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നോക്നി പാടില്ല, ഫ്ലാറ്റ് ഫീറ്റ് പാടില്ല, വെരിക്കോസ് വെയിൻസോ അല്ലെങ്കിൽ ബോലെക്സോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇതിപ്പോ ആർമിയിലോ അല്ലെങ്കിൽ ഫോഴ്സിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡിഫോർമാലിറ്റീസ് ഒക്കെ ഈ പറയുന്നതിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് അല്പം പ്രശ്നമായിരിക്കും. നമുക്ക് എന്തായാലും ഒരു ഫിറ്റ്നസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നമുക്ക് ഇതിന്റെ ടെസ്റ്റിനൊക്കെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ആദ്യത്തെ എഴുതുമ്പോൾ നമ്മൾ ഫിറ്റ് ആണെന്നും പറഞ്ഞു വേണമെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യുകയോ എഴുതുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ആവശ്യമുള്ള സമയത്ത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇത് കൊടുക്കേണ്ട സമയത്ത് ഫിസിക്കലി നമ്മളെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതിനുവേണ്ടി ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന മെഷർമെന്റോ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ലെങ്കിൽ എല്ലാം എഴുതിയത് വൃഥാവാവും. അപ്പൊ ആദ്യം ഇത് ഓൾറെഡി സെറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അപ്ലൈ ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നാണ് പറയാനുള്ളത്. ഇനി ഇതിന്റെ സിലബസും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറിയാവുന്ന സിലബസ് ആണ്, അതിൽ നിന്ന് വലിയ മാറ്റം വരാൻ പോകുന്നില്ല. പുതിയ CRPC, പുതിയ IPC ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇനി എക്സാമിന് വരും. അപ്പൊ അതിനെ മെൻഷൻ ചെയ്തിട്ടുള്ള സിലബസ് പുതിയത് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ ടെസ്റ്റിന്റെ എന്നൊക്കെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഷെഡ്യൂളും ഇവിടെ വരുന്നതായിരിക്കും. അവസാന ഡേറ്റ് 29-ാം തീയതി തന്നെയാണ്. 29-ാം തീയതി ജനുവരി മാസം അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ കൂടെ വന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് നോക്കുക. ഇത് ആർംഡ് പോലീസ് ബറ്റാലിയൻ, നമുക്ക് ഓപ്പൺ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ആർംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ളത് കൊണ്ട് അതിനും ഏറെക്കുറെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അതിലും കോൺസ്റ്റാബുലറി ഉണ്ട്, അല്ലാത്തതുണ്ട്. അതിനും ഈ പറയുന്ന ഹൈറ്റ് മെഷർമെന്റ്സുകളും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. ഫിസിക്കലിനകത്ത് ഏതൊക്കെ ടെസ്റ്റ് പാസ് ആവണം, 8 എണ്ണത്തിൽ 5 എണ്ണം, എത്ര മീറ്റർ, എത്ര സമയം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ വിശദമായി നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കുക. എല്ലാം പറഞ്ഞ് ഞാൻ വെറുതെ സമയം കളയുന്നില്ല നിങ്ങളുടെ, ഇത്രമാത്രം ഓർക്കുക. നിങ്ങൾ
LDCക്ക് നല്ലതുപോലെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷനിലൂടെ കൂടെ തന്നെ ഇപ്പൊ ASMന് അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ 10-20 മാർക്കിന്റെ കേരളത്തിലെ ഈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പൊതുവിതരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാം. ആ എക്സ്ട്രാ ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയൊക്കെ സിലബസ് സെയിം ആണ്. ആ പഠിച്ച കാര്യങ്ങൾ ഇവിടെ നല്ലപോലെ വിനിയോഗിക്കൂ, നിങ്ങൾക്ക് ജോലി ലഭിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നുള്ള വിശ്വാസം നിങ്ങൾ പഠിക്കും. രണ്ടാമത്തെ കാര്യം, ഡിഗ്രി ലെവലിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. സെക്രട്ടറി ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്നു. ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണം. അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് SIയും. അതിന്റെ കൂടെ തന്നെ വലിയ കാലതാമസം ഇല്ലാതെ അതിന്റെ കൂടെ തന്നെ എക്സാം വരുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ടൈമിങ്ങും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2 എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ പഠിക്കൂ. നിങ്ങൾ പഠിക്കുന്നത് ഒന്നും വെറുതെ ആവില്ല. നിങ്ങൾ പഠിക്കുന്നത് പ്രയോഗിക്കാനുള്ള അവസരങ്ങൾ ഇങ്ങനെ PSC തന്നുകൊണ്ടിരിക്കും. ഇതിൽ എത്രമാത്രം നിയമനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അടിക്കടി എക്സാം നടത്തുമ്പോൾ മുമ്പുള്ള ലിസ്റ്റിലുള്ളവരുടെ അവസ്ഥ, ഇതൊക്കെ ചോദ്യചിഹ്നങ്ങളാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ അത് വിനിയോഗിക്കണം. റിസൾട്ട് വരട്ടെ, എപ്പോൾ വേണേ വരട്ടെ, എങ്ങനെ വേണേ വരട്ടെ, അത് നമ്മുടെ കയ്യിലല്ല. നമ്മുടെ കയ്യിലുള്ള കാര്യം വൃത്തിയായിട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ.